വിപ്ര ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് രശ്മി ഗോപാൽ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. മലയിടം തുരുത്തിലെ കുടിയൊഴിപ്പിക്കൽ ശനിയാഴ്ചയ്ക്കകം പൂർത്തിയാക്കണം. നിർദ്ദേശവുമായി കോടതി. കിഴക്കമ്പലം പാര്യത്തുകാവ് മലയിടത്തുരുത്തിലെ കുടിയൊഴിപ്പിക്കൽ നടപടി ശനിയാഴ്ചയ്ക്കകം പൂർത്തിയാക്കണമെന്ന കർശന നിർദ്ദേശവുമായി പെരുമ്പാവൂർ മുൻസിഫ് കോടതി. ഒഴിപ്പിക്കൽ പൂർത്തിയാക്കി 26-നകം റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചു. ഒഴിപ്പിക്കലിന് ആവശ്യമായ സഹായങ്ങൾ നൽകാൻ ആലുവ റൂറൽ SP-ക്കും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലയിടം തുരുത്തിലെ 7 ദളിത് കുടുംബങ്ങളെ ഒഴിപ്പിക്കാൻ ബുധനാഴ്ച നടന്ന ശ്രമം സംഘർഷത്തിൽ കലാശിച്ചിരുന്നു. ഒടുവിൽ സർക്കാർ ഇടപെട്ടാണ് പോലീസ് നടപടി നിർത്തിവെപ്പിച്ചത്. മലയിടം തുരുത്തിലെ കുടുംബങ്ങളെ ഒഴിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കി CPM-ഉം CPI-യും രംഗത്തെത്തിയതോടെ സർക്കാർ ഇനി എന്തു നടപടിയായിരിക്കും സ്വീകരിക്കുക എന്നതാണ് പ്രധാനം. പൊന്മുടിയിലെ വിനോദയാത്രാ സംഘം സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടു. ഒരു മരണം. കല്ലറ വളക്കുഴി പച്ച തോപ്പുവിള വീട്ടിൽ അനീഷാലു ദമ്പതികളുടെ മകൾ ത്രയ നന്ദയാണ് മരിച്ചത്. വിനോദയാത്ര കഴിഞ്ഞു മടങ്ങവേ കാർ നിയന്ത്രണം വിട്ട് 30 അടി താഴ്ചയ്ക്കുള്ള കുഴിയിൽ വീഴുകയായിരുന്നു. വൈകിട്ട് 6:45-നാണ് അപകടം. കല്ലറ വളക്കുഴി പച്ച ശ്രീശൈലത്തിൽ അനൂപ്, അനു, നിവേദ്, തീർത്ഥ, അഖിന, പാങ്ങോട് സ്വദേശി മുൻമുഖ് ഗോപിക എന്നിവരാണ് വാഹനത്തിലുണ്ടായിരുന്ന മറ്റുള്ളവർ. പരിക്കേറ്റവരെ വിതുര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. KSRTC-യുടെ മുഴുവൻ ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യയാത്ര അനുവദിച്ചാൽ പ്രതിമാസ നഷ്ടം 112 കോടി രൂപ. ഗതാഗത സെക്രട്ടറിക്ക് റിപ്പോർട്ട് കൈമാറി. KSRTC-യിൽ സ്ത്രീകൾക്ക് സൗജന്യയാത്ര അനുവദിക്കുമ്പോഴുള്ള വരുമാന നഷ്ടം എത്രയെന്ന റിപ്പോർട്ട് സർക്കാരിന് കൈമാറി. ഓർഡിനറി ബസ്സിൽ മാത്രം സൗജന്യം അനുവദിച്ചാൽ പ്രതിമാസം 57 കോടി നഷ്ടമുണ്ടാകും. സിറ്റി ഫാസ്റ്റ് ഓർഡിനറി ബസ്സുകളിൽ നടപ്പാക്കിയാൽ 65 കോടിയും ഓർഡിനറി ഫാസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിൽ നടപ്പാക്കിയാൽ 90 കോടിയും നഷ്ടമുണ്ടാകും. മുഴുവൻ ബസ്സുകളും സൗജന്യയാത്ര അനുവദിച്ചാൽ പ്രതിമാസ നഷ്ടം 112 കോടിയാകും. 3 മാസത്തേക്കുള്ള കണക്കാണ് നൽകിയത്. ഗതാഗത സെക്രട്ടറിക്കാണ് റിപ്പോർട്ട് നൽകിയത്. ഓടിത്തുടങ്ങിയ ട്രെയിനിൽ കയറാൻ ശ്രമം. ഒറ്റപ്പാലത്ത് യാത്രക്കാരന്റെ കാൽ അറ്റുപോയി. ട്രെയിനിൽ കയറാൻ ശ്രമിക്കുന്നതിനിടെ വീണ് യാത്രക്കാരന്റെ കാലറ്റുപോയി. പാലക്കാട് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലാണ് അപകടം. ഓടിത്തുടങ്ങിയ ട്രെയിനിൽ കയറാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടം. ഏറെ നേരം തിരഞ്ഞാണ് ട്രാക്കിൽ നിന്ന് മുറിഞ്ഞ കാലിന്റെ ഭാഗം കണ്ടുപിടിച്ചത്. പരിക്കേറ്റ ഇയാളെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇയാളെ തിരിച്ചറിയാനായിട്ടില്ല. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അക്കൗണ്ട് തടഞ്ഞത് രഹസ്യാന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. രാജ്യസുരക്ഷയ്ക്ക് ഭീഷണി എന്ന റിപ്പോർട്ട്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അക്കൗണ്ട് തടഞ്ഞത് രഹസ്യാന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ. രാജ്യസുരക്ഷയ്ക്ക് ഭീഷണി എന്നാണ് രഹസ്യാന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഇൻസ്റ്റ അക്കൗണ്ടും വിലക്കിയേക്കും. അതേസമയം സാമൂഹിക മാധ്യമങ്ങളിൽ ട്രെൻഡായതിനു പിന്നാലെ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കാൻ ഒരുങ്ങുകയാണ് കോക്രോച്ച് ജനതാ പാർട്ടി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ഓൺലൈൻ ക്യാമ്പയിന് CJP തുടക്കമിട്ടു. സർക്കാരിന്റെ ആവശ്യപ്രകാരം സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ വീണ്ടും റദ്ദാക്കിയാൽ കടുത്ത പ്രതിരോധം ഉയർത്തുമെന്നാണ് CJP സ്ഥാപകൻ അഭിജിത് ദീപക് വ്യക്തം. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റ്സിനായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ.